നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ദീപാവലി ആശംസകൾ. പുത്തൻ പ്രതീക്ഷകളുമായി രാജ്യം ഇന്ന് ദീപാവലി ആഘോഷിക്കുകയാണ്. പ്രതിസന്ധികളും വെല്ലുവിളികളും തീർത്ത ഇരുട്ടിനു മുകളിൽ പ്രകാശം തെളിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഊർജ്ജമുണ്ടല്ലോ, അതാണ് ദീപാവലി. അയോധ്യയിൽ 26 ലക്ഷം ദീപങ്ങളാണ് തെളിയിച്ചത്. ദീപാവലി ആഘോഷം ഉത്തരേന്ത്യയിലേതുപോലെ വിപുലമല്ലെങ്കിലും സംസ്ഥാനവും ദീപാവലിയുടെ ഒരു മൂഡിലൊക്കെ തന്നെയാണ്. പക്ഷേ മഴ വില്ലനാകുന്നു എന്നാണ് ഒരു സംശയം. ദീപാവലി ആഘോഷത്തോടൊപ്പം ബീഹാർ തെരഞ്ഞെടുപ്പ് ചൂടിലുമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. ലോകവിശേഷങ്ങളിലേക്ക് പോയാൽ ഗാസയിൽ തന്നെ എത്തി നിൽക്കും. വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രയേൽ ഗാസയിൽ വ്യോമാക്രമണം തുടരുകയാണ്. സമാധാന കരാറിന്റെ ഭാവി എന്തായിരിക്കുമെന്നാണ് ഇപ്പോഴത്തെ സംശയം. അങ്ങനെ നിരവധി വാർത്തകളുള്ള ഒരു ദിവസമാണ് ഇന്നും. എല്ലാ പ്രേക്ഷകർക്കും ദീപാവലി ആശംസകൾ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകൾ ഉയർത്തി. മുല്ലപ്പെരിയാറിലും ജലനിരപ്പ് ഉയരുന്നു. മലയോര തീരദേശ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ഇന്ന് ദീപാവലി. രാജ്യമെങ്ങും ആഘോഷം. അയോധ്യയിൽ 26 ലക്ഷത്തിലധികം ദീപങ്ങൾ വിതറിയ ആഘോഷം ചരിത്രത്തിലേക്ക്. ലോക റെക്കോർഡുകൾ നേടി അയോധ്യ. സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഇന്ന് OP ബഹിഷ്കരിക്കും. സമരം, ശമ്പളം, ക്ഷാമബത്ത, ഒഴിവുകൾ നികത്തുക, അശാസ്ത്രീയമായ സ്ഥലം മാറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പരിഹാരമുണ്ടായില്ലെങ്കിൽ 28 മുതൽ റിലേ സമരമെന്ന് KGM-CTA. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 2ാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. 1ാം ഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധിയും ഇന്ന്. സീറ്റ് വിഭജനത്തിൽ മഹാസഖ്യത്തിൽ ആശയക്കുഴപ്പം തുടരുന്നു. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗിന്റെ വിദ്വേഷ പരാമർശത്തിൽ NDAയ്ക്കുള്ളിൽ അതൃപ്തി. സമാധാന ഉടമ്പടി കാറ്റിൽ പറത്തി ഗാസയിൽ വീണ്ടും ഇസ്രായേൽ സേനയുടെ ആക്രമണം. 97 പലസ്തീനികൾ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. സൈനികർക്ക് നേരെ വെടിവെച്ചുവെന്ന് ഇസ്രായേൽ. അടിയന്തര യോഗം വിളിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പ്രീമിയർ ലീഗിൽ ലിവർപൂളിന് തോൽവി. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വിജയം 1-2 ഗോളുകൾക്ക്. വനിതാ ലോകകപ്പിൽ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ട് ഇന്ത്യയുടെ തുടർച്ചയായ 3ാം തോൽവി. ഇംഗ്ലണ്ട് സെമിയിൽ. സംസ്ഥാനത്ത് 2 ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചത്. വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ മലമ്പുഴ അണക്കെട്ട് തുറന്നു. കൂടുതൽ വിവരങ്ങളുമായി അശ്വതി ചേരുകയാണ്. അശ്വതി, മഴ പലയിടത്തും ഇന്നും തുടരുകയാണ്, പല ജില്ലകളിലുമുണ്ട്. എന്താണ് മധ്യ കേരളത്തിലെ ഒരു വിവരങ്ങൾ എങ്ങനെയാണ്? മായ, നിലവിലെ മഴ കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയാണുള്ളത്. കഴിഞ്ഞ ദിവസത്തേക്കാളൊക്കെ മഴ അതിശക്തമാകും. നിലവിൽ ഉള്ള ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും അധികം എഫക്റ്റ് ചെയ്യുന്നത് മധ്യ കേരളത്തിലാണ്. എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിരൂക്ഷ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. മറ്റ് ജില്ലകളിൽ പല ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് മുന്നറിയിപ്പാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ യെല്ലോ അലേർട്ട് മുന്നറിയിപ്പൊക്കെ എപ്പോൾ വേണമെങ്കിലും ഓറഞ്ച് അലേർട്ടിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മധ്യ കേരളമായിരിക്കും പ്രധാനമായും ഈ ഒരു ദിവസങ്ങളിൽ, ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് മധ്യ കേരളത്തിലായിരിക്കും വലിയ രീതിയിലുള്ള മഴ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഇടങ്ങൾ. 24-ാം തീയതി വരെ, ഈ മാസം 24-ാം തീയതി വരെ ഈ ഒരു സാഹചര്യം തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മറ്റ് ഇടിമിന്നലോട് കൂടിയ മഴ ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. മഴ കൂടുതൽ പെയ്യുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് മലമ്പുഴ ഡാമിൻ്റെ 4 സ്പിൽവേകൾ 40 സെൻറ്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലുള്ള, അതായത് ചിറ്റൂർ പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം ഈ വേണ്ട മുൻകരുതലുകളും എടുത്തിട്ടുണ്ട്. പാലക്കാട്, കാഞ്ഞിരപ്പുഴ, മങ്കരം,
മംഗലം, മീങ്കര, ചുള്ളിയാർ ഡാമുകളുടെ ഷട്ടറുകൾ നിലവിൽ തുറന്നിട്ടുണ്ട്. ഇതിൽ ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള ആളുകൾ, ഇത് ഈ ഡാമിൻ്റെ അതിൻ്റെ പുഴയുടെ തീരത്ത് താമസിക്കുന്ന ആളുകളെല്ലാം ജാഗ്രതാ നിർദ്ദേശം പാലിക്കണം എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല തീരദേശ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ നിലവിലെ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായിട്ട് മാറും എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ. അശ്വതി, നിലവിൽ ഇപ്പോൾ എങ്ങനെയാണ് കൊച്ചിയിലും ഇടുക്കി ആ ഭാഗത്താണല്ലോ മഴ കനക്കാനുള്ള സാധ്യത പറയുന്നത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം? രാവിലെ ഈ പ്രഭാതത്തിലെ അവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? മഴയുണ്ടോ അവിടെ? നിലവിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്, പക്ഷേ മഴ പെയ്തിട്ടില്ല. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് സമാനമായ രീതിയിൽ രാവിലെ വലിയ രീതിയിലുള്ള മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. രാത്രിയിൽ മഴ പെയ്തിരുന്നു. അത് തന്നെ ഇനി അങ്ങോട്ട് ഒരുപക്ഷെ തെളിഞ്ഞ കാലാവസ്ഥയാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. പകൽ സമയങ്ങളിൽ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. വൈകുന്നേരത്തോടു കൂടിയാണ് വലിയ രീതിയിലുള്ള മഴ ഉണ്ടാവുക. മാത്രമല്ല ഇടിമിന്നൽ ഉണ്ടാകുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടാണ്. തുലാം മഴ എന്ന് പറയുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളുമുണ്ട്. എന്തായാലും രാവിലെ ഇപ്പോൾ മഴ ഇല്ല എന്നത് ആശ്വാസകരമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിലെ വിവിധ പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ടുകൾ അടക്കം ഉണ്ടായിരുന്നു. നമ്മൾ വാർത്ത നൽകിയിരുന്നതാണ്. പക്ഷേ നിലവിൽ അത്തരത്തിലുള്ള വലിയ ഗുരുതരമായ അവസ്ഥകളിലേക്ക് എന്തായാലും പോയിട്ടില്ല. അല്പസമയം കൂടി കഴിയുമ്പോൾ ഈ അന്തരീക്ഷം കുറെ കൂടി തെളിഞ്ഞു വരാനാണ് ഒരു സാധ്യത. പക്ഷേ വൈകുന്നേരത്തോടു കൂടി ഇതിൻ്റെ ഭാവം മാറും. മയ. അശ്വതിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് തന്നെയാണ് സാധ്യത. ഇന്നിപ്പോൾ രാവിലെ വലിയ മഴയൊന്നും ഇല്ല, എന്നിരുന്നാൽ പോലും ജാഗ്രത പുലർത്തണം എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ അറിയിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിലുള്ള ദിവസങ്ങൾ കൊണ്ട് പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനാണ് നീക്കം നടക്കുന്നത്. ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിനെയും ചോദ്യം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആതിര ചേരുകയാണ്. ആതിര, ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. അയാളെ മുൻപും ചോദ്യം ചെയ്താണ്, ഇപ്പോഴും ആ ചോദ്യം ചെയ്യലൊക്കെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തണം. അത് ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നതിൽ നിന്നുള്ള ആ വിവരങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും മറ്റ് തലത്തിലേക്കൊക്കെ എത്തുക അന്വേഷണ സംഘം. അതിനുള്ള സാധ്യത പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് ഈ മുരാരി ബാബുവിൻ്റെ കാര്യമാണ്. അതൊക്കെ ഇനി എങ്ങനെയായിരുന്നു കാര്യങ്ങൾ പോവുക? അന്വേഷണം എന്താണ് പുറത്തു വരുന്ന വിവരങ്ങൾ അറിയാനാവുന്നത്? മായ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ പ്രത്യേക അന്വേഷണ സംഘം SIT ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് പ്രതികളെ, ഈ 2 കേസുകളിലായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള മറ്റു പ്രതികളെ കൂടി ചോദ്യം ചെയ്യാൻ നിലവിൽ SIT ഒരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകുമെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോറ്റിയുടെ തറവാട്ട് വീട് ഉൾപ്പെടെ ഈ അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. ഈ പരിശോധനയിൽ വളരെ നിർണായക രേഖകളും അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കുകളും സ്വർണവും ഉൾപ്പെടെ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഈ രേഖകളിൽ നിന്നും ലഭിച്ചുവെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ബാക്കിയുള്ള ഈ കേസുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ബാക്കി പ്രതികളെ കൂടി ചോദ്യം ചെയ്യുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2ാം പ്രതിയായിട്ടുള്ള ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൂടിയായ മുരാരി ബാബുവാണ്. അദ്ദേഹത്തെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരുക്കത്തിലാണ് SIT നിലവിലുള്ളത്. അതുപോലെ തന്നെ ഈ ഹൈദരാബാദ്, ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കം കൂടി SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഈ മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തിക്കൊണ്ടായിരിക്കും ചോദ്യം ചെയ്യുക. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഈ മൊഴി ഇദ്ദേഹത്തിന് ചോദ്യം ചെയ്യുന്ന സമയത്തുള്ള മൊഴികൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റിലേക്കൊക്കെ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ നിർണായകമായൊരു ഈ അന്വേഷണത്തിൽ നിർണായകമായൊരു ഘട്ടമാണ്. ഈ സ്വർണം വീണ്ടെടുക്കുക എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ള ഒരു ലക്ഷ്യം. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ രേഖകളൊക്കെ പരിശോധിച്ചുകൊണ്ട് തന്നെ ഈ സ്വർണം കസ്റ്റഡിയിലെടുക്കുക അല്ലെങ്കിൽ സ്വർണം വീണ്ടെടുക്കുക എന്നുള്ളതിലേക്കായിരിക്കും അടുത്ത ഘട്ടമായിട്ട് അന്വേഷണ സംഘം കടക്കുക. ഏതായാലും നിലവിൽ ഈ മറ്റു പ്രതികളെ കൂടി ചോദ്യം ചെയ്യാനുള്ള ഒരു ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവരെ കൂടി ചോദ്യം ചെയ്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിലുള്ള ദിവസങ്ങളിൽ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുമ്പാകെ. അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ കേൾക്കുന്നത് ഒരു മുരാരി ബാബുവിനെ കുറിച്ച് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് മാത്രമാണ്. അതിൽ ഒതുങ്ങി നിൽക്കില്ലല്ലോ. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുണ്ട്. അവരൊക്കെ 8ാം പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ട് കൂടിയുണ്ട് FIR-ൽ. അപ്പോൾ അവരിലേക്കൊക്കെ ചോദ്യം ചെയ്യൽ നീങ്ങും.
അത് എങ്ങനെയായിരിക്കും? അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ? മായ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുരാരി ബാബുവിൽ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയം. കാരണം ആ ഘട്ടത്തിലൊക്കെ തന്നെ പുറത്തു വന്നത് വേറെ മറ്റാരുടെയെങ്കിലും സഹായം ഈ വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സംശയത്തിൽ തന്നെയായിരുന്നു അന്വേഷണ സംഘം ഉറച്ചു നിന്നത്. അതുപോലെ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യഘട്ടത്തിൽ നൽകിയ മൊഴിയും. ഇത്തരത്തിൽ ഈ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ സഹായം ഈ സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചിടത്തോളം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനുള്ള പ്രതിഫലം, തക്കതായ പ്രതിഫലം ഈ ഉദ്യോഗസ്ഥർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള മൊഴിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി SITക്ക് മുമ്പാകെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2019 ദേവസ്വം ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഈ ഒരു കുരുക്കിലാണ്. അവരെ കൂടി വിശദമായ ചോദ്യം ചെയ്യലിലേക്കൊക്കെ തന്നെ കടക്കും. അവർക്കും ചോദ്യം ചെയ്യലിനുള്ള നോട്ടീസ് നൽകും എന്നുള്ളത് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ SITയുടെ അന്വേഷണം എന്ന് പറയുന്നത് വളരെ രഹസ്യ സ്വഭാവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ പല വിഷയങ്ങളും ഈ SITയുടെ അന്വേഷണത്തിൽ പെടുന്ന പല വിഷയങ്ങളും പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കോ പെട്ടെന്ന് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികളിലേക്ക് SIT കടന്നതിന് ശേഷം മാത്രമായിരിക്കും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ പുറത്തുവരിക. ഏതായാലും നിലവിൽ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്ന എല്ലാവരെയും ചോദ്യം ചെയ്യും. വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും മറ്റു നടപടിക്രമങ്ങളിലേക്കൊക്കെ തന്നെ SIT കടക്കുക. ശരി, ആതിരയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിലുള്ള ദിവസങ്ങൾ കൊണ്ട് തന്നെ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്നാണ് ആതിര റിപ്പോർട്ട് ചെയ്തത്. ബീഹാറിലേക്ക് പോയാൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 2ാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. 1ാം ഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധിയും ഇന്ന് അവസാനിക്കും. സീറ്റ് വിഭജനം സംബന്ധിച്ച ആശയക്കുഴപ്പം മഹാസഖ്യത്തിൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതേസമയം കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് നടത്തിയ വിദ്വേഷ പരാമർശം NDAയ്ക്കുള്ളിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ബീഹാർ തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. അതോടൊപ്പം തന്നെ പ്രശാന്തിന് ആദ്യം തന്നെ ദീപാവലി ആശംസകൾ അറിയിക്കുകയാണ്. അതിനൊന്നും തിരക്കുണ്ടാവില്ല. ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ ആയതുകൊണ്ട് പ്രശാന്തും അതിൻ്റെയൊക്കെ ഒരു തിരക്കിലായിരിക്കുമെന്നറിയാം. എന്താണ് ബീഹാറിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം കൂടിയാണല്ലോ. മായ, ഗുഡ് മോർണിംഗ്. ഏതായാലും ബീഹാറിനെ സംബന്ധിച്ച് അവിടെ രാഷ്ട്രീയം കുറെ കൂടി കലുഷിതമാകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം എന്താണ് മഹാസഖ്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നേരത്തെ തന്നെ ജാർഖണ്ഡ് മുക്തി മോർച്ച സീറ്റ് വിഭജനത്തിൽ അതൃപ്തി അറിയിച്ച് സ്വന്തം നിലയ്ക്ക് 6 സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ളതാണ് മഹാസഖ്യ നേതാക്കൾ വ്യക്തമാക്കുന്നത്. കാരണം പിൻവലിക്കാനുള്ള, അതായത് പൂർണ്ണമായും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതി എന്ന് പറയുന്നത് 23-ാം തീയതിയാണ്. ആദ്യഘട്ടത്തിൽ നൽകിയ നാമനിർദ്ദേശ പത്രികകൾ ഇന്ന് പിൻവലിക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ധാരണ ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിൽ നീക്കങ്ങളുണ്ടാണ്. പക്ഷേ ഇന്ന് ഏതായാലും കൂടുതൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. കാരണം ആദ്യഘട്ടത്തിൽ ധാരണയെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയും സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികയൊക്കെ നൽകുകയും ചെയ്തത്. പക്ഷേ 2ാം ഘട്ടത്തിൽ ഇപ്പോഴും ഈ ഇന്ന് തീയതി അവസാനിക്കുമ്പോൾ ഇപ്പോൾ അത് പൂർണ്ണമായി എത്രത്തോളം എത്തി എന്നുള്ളത് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടുകൂടി തന്നെയാണ് കോൺഗ്രസിന്റെ 3ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത്. 6 പേരെ കൂടി ഉൾക്കൊള്ളിച്ചുള്ളതായിരുന്നു ആ പട്ടിക. അതോടുകൂടി തന്നെ മൊത്തം 59 പേരെ സ്ഥാനാർത്ഥികളായി കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 60 സീറ്റാണ് കോൺഗ്രസ് ചോദിച്ചിരുന്നത്. അത് 59 ആണെങ്കിൽ ഇനി ഒരാളെ കൂടി പ്രഖ്യാപിക്കണം. സ്വാഭാവികമായും ഇനി അതല്ല 59ലേക്ക് തന്നെ നിലനിർത്താനാണെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച ഒരുപക്ഷെ JMMുമായി അടക്കം ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇന്നാണ് 2ാം ഘട്ടത്തിൽ അവസാന ദിവസം. അതിനുശേഷം 23-ാം തീയതി വരെ ഇതിന് സമയമുണ്ട്. 1ാം ഘട്ടത്തിൽ നൽകിയ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതും അതിന് പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. ഇനി ദിവസങ്ങൾ മാത്രമാണ്. ഈ 23-ാം തീയതി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയമാകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 24-ാം തീയതി പ്രധാനമന്ത്രി ബീഹാറിലേക്ക് എത്തുകയാണ്. 2 സുപ്രധാന യോഗങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയും ചെയ്തു. സ്വാഭാവികമായും BJP തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഔദ്യോഗിക തുടക്കത്തിലേക്കും ഒപ്പം തന്നെ വാശിയേറിയ പോരാട്ടത്തിലേക്കും തുടക്കം കുറിക്കുന്ന ഒരു സമയമായി തന്നെ അതിനെ വിലയിരുത്താം. നിലവിൽ പ്രശാന്ത്, അതിനിടയ്ക്ക് ഗിരിരാജ് സിംഗ് നടത്തിയ വിദ്വേഷ പരാമർശം അത് NDAയ്ക്കുള്ളിൽ വലിയ പുകച്ചിൽ ഉണ്ടാക്കുന്നില്ലേ?
മായ നമക് ഹറാം എന്ന തരത്തിലുള്ള ഒരു വാക്കാണ് ഗിരിരാജ് സിംഗിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത് ഉറുദുവിൽ അതിനർത്ഥം രാജ്യദ്രോഹി അല്ലെങ്കിൽ വഞ്ചകർ എന്നൊക്കെ തന്നെയാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അത് പ്രതിപക്ഷം ഏറ്റെടുക്കും എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് JDU കടുത്ത വിമർശനമായി വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് ആരെക്കുറിച്ചാണെന്ന് സ്വാഭാവികമായും ജനങ്ങൾക്ക് മനസ്സിലാകും. അത് ഒരുപക്ഷെ വർഗീയ ചേരിതിരിവിലേക്ക് അല്ലെങ്കിൽ വോട്ടിലടക്കം തന്നെ മറ്റു ചില നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അസാദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയൊക്കെ മത്സരിക്കുന്നുണ്ട്. പ്രശാന്ത് കിഷോർ അടക്കം നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ ഇത്തരം പരാമർശങ്ങൾ സാഹചര്യം ഒരുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2020 സമാനമായ രീതിയിൽ ചില പരാമർശങ്ങൾ ഗിരിരാജ് സിംഗിന്റെ ഭാഗത്തുനിന്ന് ന്യൂനപക്ഷങ്ങളെ കേന്ദ്രീകരിച്ചുണ്ടായ വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം നേതാക്കൾ എത്തുമ്പോൾ അവർ കുറെ കൂടി ജാഗ്രതയോടെ വാക്കുകൾ ഉപയോഗിക്കണമെന്നൊരു ആവശ്യമാണ് JDU മുന്നോട്ട് വെക്കുന്നത്. അക്കാര്യത്തിൽ BJP നിർണായക ഇടപെടലുകൾ നടത്തണമെന്ന ആവശ്യം ചില നേതാക്കൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും ഈ പരാമർശം വലിയ വിവാദമായിട്ടുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള നിയമ പോരാട്ടത്തിലേക്കോ നിയമ നടപടിയിലേക്കോ പോകുമോ എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷം കൂടി ഇത് ഏറ്റെടുക്കുന്നതോടുകൂടി തന്നെ വലിയ തരത്തിലുള്ള വാക്പോരിലേക്ക് കാര്യങ്ങൾ എത്തും. ഏതായാലും ഈ വരുന്ന മണിക്കൂറുകളിൽ സ്വാഭാവികമായും ബീഹാറിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ്. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ സഖ്യത്തിന്റെ കാര്യത്തിൽ നാമനിർദ്ദേശ പത്രിക നൽകുന്ന കാര്യത്തിൽ, അതോടൊപ്പം തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ ശക്തമായ പോരാട്ടത്തിലേക്കും വാക്പോരിലേക്കൊക്കെ തന്നെ ബീഹാർ എത്തിയേക്കമ്മയ. പ്രശാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഇന്ന് OP ബഹിഷ്കരിക്കും. ശമ്പള ക്ഷാമബത്ത അടക്കമുള്ള ആനുകൂല്യങ്ങൾ നടപ്പിലാക്കുക, രോഗികൾക്ക് ആനുപാതികമായി ഡോക്ടർമാരെ നിയമിക്കുക, അശാസ്ത്രീയമായ സ്ഥലം മാറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നേരത്തെ നടത്തിയ സമരങ്ങൾ സർക്കാർ അവഗണിച്ചതോടെയാണ് പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനം. ജൂനിയർ PG ഡോക്ടർമാരുടെ സേവനം മാത്രമേ ഇന്ന് OPയിൽ ലഭ്യമാകൂ. തങ്ങളുടെ ആവശ്യങ്ങളിൽ സർക്കാരിന് അനുകൂല തീരുമാനമില്ലെന്ന് KGMCTA ആരോപിക്കുന്നു. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം 28 മുതൽ റിലേ സമരം നടത്താനാണ് KGMCTAയുടെ തീരുമാനം. കേരളത്തിന് ന്യൂക്ലിയർ മെഡിസിനിൽ PG സീറ്റുകൾ അനുവദിച്ചെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഒരു സംസ്ഥാനത്തിന് ആദ്യമായാണ് ന്യൂക്ലിയർ മെഡിസിനിൽ NMC PG സീറ്റുകൾ അനുവദിക്കുന്നത്. 81 പുതിയ സീറ്റുകൾക്കാണ് അനുമതി ലഭിച്ചിട്ടുള്ളത്. രാജ്യത്ത് സംസ്ഥാന മെഡിക്കൽ കോളേജുകളിൽ ആദ്യമായാണ് ന്യൂക്ലിയർ മെഡിസിന് PG പഠനം സാധ്യമാകുന്നത്. മലബാർ ക്യാൻസർ സെന്ററിൽ റേഡിയേഷൻ ഓങ്കോളജിയിൽ PG സീറ്റുകളും അനുവദിച്ചു. ന്യൂക്ലിയർ മെഡിസിനിലെയും റേഡിയേഷൻ ഓങ്കോളജിയിലെയും ഉൾപ്പെടെ PG സീറ്റുകൾ കേരളത്തിന്റെ ക്യാൻസർ ചികിത്സാ രംഗത്തിന് കൂടുതൽ കരുത്തുപകരും. മെഡിക്കൽ കോളേജുകൾക്കായി 270 അധ്യാപക തസ്തികകൾ സൃഷ്ടിച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് PG സീറ്റുകൾ ലഭ്യമായത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇൻഫെഷ്യസ് ഡിസീസ് വിഭാഗത്തിലും ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലും PG സീറ്റുകൾ അനുവദിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിന്മയുടെ കൂരിരുട്ടിനുമേൽ നന്മയുടെ വെളിച്ചം നേടുന്ന വിജയത്തിൻ്റെ ഉത്സവമാണ് ദീപാവലി. ജ്ഞാനം എന്ന പ്രകാശത്തിൻ്റെ ആഘോഷം കൂടിയാണ് അത്. വിവേകത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വെളിച്ചം ഓരോ ഹൃദയത്തിലും കൊളുത്താൻ നമുക്ക് കഴിയട്ടെ. തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ ആഘോഷമാണ് ദീപാവലി. അശ്വനി മാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശിയാണ് ദീപാവലിയായി ഭാരതത്തിൽ ആഘോഷിക്കുന്നത്. മലയാളികൾക്ക് തുലാമാസത്തിലാണ് ആഘോഷം. ഐതിഹ്യപരമായി ദീപാവലിയുമായി ബന്ധപ്പെട്ട് നിരവധി കഥകളുണ്ട്. ദീപാവലി ആഘോഷങ്ങൾ ആരംഭിച്ചത് ത്രേതായുഗത്തിലാണെന്നും അല്ല ദ്വാപരയുഗത്തിലാണെന്നും രണ്ടു വിശ്വാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ബന്ധപ്പെടുത്തിയാണ് ദീപാവലിയുടെ കഥകൾ. ശ്രീരാമൻ 14 വർഷത്തെ വനവാസത്തിനു ശേഷം അയോധ്യയിലേക്ക് വന്ന പുണ്യദിനം എന്നതാണ് ഒരു വിശ്വാസം. നരകാസുരനെ ശ്രീകൃഷ്ണൻ നിഗ്രഹിച്ച ദിവസം എന്നത് മറ്റൊരു വിശ്വാസം. ഉത്തരേന്ത്യയിൽ പുതുവസ്ത്രവും മെഹന്തിയും മധുരവും ദീപാവലിക്ക് പകിട്ടേകുന്നു. മലയാളികളുടെ ദീപാവലിയെ കെങ്കേമമാക്കാൻ വിവിധ തരം പടക്കങ്ങൾ വിപണിയിൽ സജീവമാണ്. പടക്ക ഉപയോഗത്തിന് നിയന്ത്രണങ്ങളുണ്ടെങ്കിലും ആഘോഷങ്ങൾ പൊടിപൊടിക്കുന്നു. സന്തോഷവും സംതൃപ്തിയും നൽകുന്നതാണ് എന്നും ആഘോഷങ്ങൾ. എല്ലാ അതിർത്തികളും ലംഘിച്ച് സ്നേഹത്തോടെയും ഒത്തൊരുമയോടെയും എല്ലാവരും മുന്നോട്ടു പോകണമെന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ ദീപാവലിയും. എല്ലാ പ്രേക്ഷകർക്കും ദീപാവലി ആശംസകൾ. ന്യൂസ് ഡെസ്ക്, അമൃത TV. ദീപാവലിയോട് അനുബന്ധിച്ച് അയോധ്യ മൺചെരാതുകളുടെ വെളിച്ചത്തിൽ തിളങ്ങി. 26 ലക്ഷത്തിലധികം ചെരാതുകളാണ് ഇന്നലെ സരയൂ നദീതീരത്ത് തെളിഞ്ഞത്.
രാമനാമജപത്താൽ അന്തരീക്ഷം മുഖരിതമായിരുന്നു. 26 ലക്ഷത്തിലധികം ചെരാതുകളാണ് ചോട്ടി ദീപാവലി എന്നറിയപ്പെടുന്ന ദീപാവലിയുടെ തലേനാൾ സരയൂ നദീതീരത്ത് തെളിഞ്ഞത്. ഇത്രയധികം ദീപങ്ങൾ ഒന്നിച്ചു നിരന്നതോടെ 2 ഗിന്നസ് ലോക റെക്കോർഡുകൾ നേടുകയും ചെയ്തു. ആയിരക്കണക്കിന് ദീപങ്ങളും വർണ്ണാഭമായ വിളക്കുകളും ദീപോത്സവത്തിന് മാറ്റുകൂട്ടി. ഉത്തർപ്രദേശ് സർക്കാർ, ടൂറിസം വകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്ന് സംഘടിപ്പിച്ച ദീപോത്സവത്തിൽ 26,17,215 ദീപങ്ങളാണ് തെളിഞ്ഞത്. എണ്ണവിളക്കുകളുടെ ഏറ്റവും വലിയ പ്രദർശനത്തിനുള്ള റെക്കോർഡും ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ ആരതി നടത്തിയതിനുള്ള റെക്കോർഡുമാണ് നേടിയത്. ഇതിനായി സരയൂ നദിക്കരയിലുള്ള രാംകി പൈഡിയിൽ വലിയ ജനാവലിയാണ് ഒത്തുകൂടിയത്. നദീതീരത്തുള്ള പടവുകളുടെ ശൃംഖലയാണ് രാംകി പൈഡി. ശ്രീരാമൻ മോക്ഷം നേടിയെന്ന് വിശ്വസിക്കപ്പെടുന്ന രാംകി പൈഡിയിൽ ലേസർ ലൈറ്റ് ഷോയും ഒരുക്കിയിരുന്നു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗിന്നസ് ലോക റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങി. ന്യൂസ് ഡെസ്ക് അമൃത TV. ഈജിപ്തിൽ രൂപപ്പെടുത്തിയ ഇസ്രയേൽ ഗാസ സമാധാന ഉടമ്പടി കാറ്റിൽ പറത്തി ഗാസയിൽ വീണ്ടും ഇസ്രയേൽ സേനയുടെ ആക്രമണം. 97 പലസ്തീനികൾ ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇസ്രയേൽ നിയന്ത്രിത മേഖലയിൽ ആക്രമണം നടത്തില്ലെന്നും ഉടമ്പടി പാലിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണെന്നുമാണ് ഹമാസിന്റെ പ്രതികരണം. തിരിച്ചടി നൽകിയ ശേഷം വെടിനിർത്തൽ കരാർ തുടരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിലപാട് വ്യക്തമാക്കുന്നു. റാഫയിൽ ഇസ്രയേൽ സൈനികർ പിൻവാങ്ങുന്ന യെല്ലോ ലൈൻ മറികടന്ന് ഇസ്രയേൽ ടാങ്കുകൾക്കും സൈനികർക്കും നേരെ ഹമാസ് ഭീകരർ വെടിവയ്പ് നടത്തിയെന്നും 2 സൈനികർ മരിച്ചുവെന്നും കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തെക്കൻ ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി IDF വ്യോമാക്രമണം നടത്തിയത്. തിരിച്ചടി നൽകിയ ശേഷം വെടിനിർത്തൽ തുടരുമെന്നാണ് ഏറ്റവും ഒടുവിൽ ഇസ്രയേലിന്റെ പ്രതികരണം. റാഫ അതിർത്തി വഴി അവശ്യ സാധനങ്ങൾ കടത്തിവിടുന്നത് ഇസ്രയേൽ സേന തടഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ നിയന്ത്രിത രീതിയിലായിരുന്നു ട്രക്കുകൾ കടത്തിവിട്ടിരുന്നത്. എന്നാൽ ഇസ്രയേൽ നിയന്ത്രിത മേഖലയിൽ ആക്രമണം നടത്തിയില്ലെന്നും പീസ് ഉടമ്പടി പാലിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണെന്നുമാണ് ഹമാസിന്റെ പ്രതികരണം. ഇസ്രയേലിന്റെ ഉടമ്പടി ലംഘനം നിലവിലെ സാഹചര്യങ്ങളെ അപ്പാടെ തകിടം മറിക്കുമെന്ന് ഹമാസ് ആയുധ വിഭാഗം വ്യക്തമാക്കുന്നു. വെടിനിർത്തൽ ഉടമ്പടി നിലവിൽ വന്ന 8 ദിവസത്തിനുള്ളിൽ 47 തവണ അത് ലംഘിക്കപ്പെട്ടുവെന്നും ഹമാസ് ആരോപിക്കുന്നു. വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് ലംഘിക്കപ്പെട്ടതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈയെടുത്ത് നടപ്പിലാക്കിയ സമാധാന ഉടമ്പടിയുടെ ഭാവി എന്താകുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് അമൃത TV. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് സംസ്ഥാനം. എന്തൊക്കെ വികസനമാണ് സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് ഇനി ബാക്കി, ജനങ്ങൾ പറയുന്നത് എന്ത്, ജനപ്രതിനിധികളുടെ നിലപാട് എന്താണ്? ഓരോ വിവരവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അമൃത ന്യൂസും സജ്ജമാണ്. പ്രത്യേക പരമ്പര ഇന്നു മുതൽ ആരംഭിക്കുന്നു. എൻ്റെ പഞ്ചായത്ത്. കോഴിക്കോട് മാവൂർ പഞ്ചായത്തിൽ UDF 4ാം ഊഴം തേടാനൊരുങ്ങുന്നത് RMPയുടെ മാത്രം ബലത്തിലല്ല. കേരള പ്രവാസി അസോസിയേഷനും മുന്നണിയുടെ ഭാഗമായതോടെ ഭരണ തുടർച്ചയുണ്ടാകുമെന്ന കണക്കുകൂട്ടലാണ് UDF. എന്നാൽ ഇത്തവണ മാവൂർ പിടിച്ചെടുക്കാനുള്ള സാഹചര്യം അനുകൂലമാണെന്ന വിലയിരുത്തലിലാണ് LDF. നാലു പതിറ്റാണ്ടുകാലം LDF കുത്തകയായിരുന്ന മാവൂർ പഞ്ചായത്ത് 2010-ലാണ് UDF പിടിച്ചെടുക്കുന്നത്. ഒഞ്ചിയം കേന്ദ്രീകരിച്ച് RMP സജീവമായത് മാവൂരിലും പ്രതിഫലിക്കുകയായിരുന്നു. CPM-ലെ അസ്വാരസ്യങ്ങളെ തുടർന്ന് പാർട്ടി വിട്ടവരായിരുന്നു RMPയുടെ ഭാഗമായത്. 2012-ൽ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതോടെ മാവൂരിലും RMP ശക്തമായി. 2020-ലെ തെരഞ്ഞെടുപ്പിൽ 18 വാർഡുകളിൽ LDF-ഉം UDF-ഉം ഒപ്പത്തിനൊപ്പം എത്തിയപ്പോൾ RMP-യിലെ രഞ്ജിത്തിന്റെ വിജയം ഐക്യജനാധിപത്യ മുന്നണിക്ക് തുണയായി. കൂടാതെ LDF-ലെ ഒരംഗവും UDF-നൊപ്പമായി. ഇത്തവണയും UDF വിജയപ്രതീക്ഷ കൈവിടുന്നില്ല. തെരഞ്ഞെടുപ്പിന് എന്ന് പറഞ്ഞിട്ടുള്ള മുന്നൊരുക്കമില്ല പഞ്ചായത്തിൽ ഭരണസമിതിയിൽ. നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് പഞ്ചായത്തിലെ ആളുകൾക്ക് അറിയാലോ. തെരഞ്ഞെടുപ്പിനായിട്ടൊരു ഒരുക്കത്തിൻ്റെ ആവശ്യം ഈ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല. നമ്മൾ എല്ലാ സമയത്തും ഈ ജനങ്ങളെ ക്ഷേമകാര്യങ്ങളിൽ അതുപോലെ തന്നെ പദ്ധതി പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായി ഉപയോഗിക്കുന്ന ജില്ലയിലെ ഒരു പഞ്ചായത്താണ്. വികസന പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 15 വർഷമായി മുരടിച്ചിരിക്കുകയാണെന്നും ഇത്തവണ മാവൂർ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്നും LDF കൗൺസിലർ പറയുന്നു. 15 കൊല്ലത്തെ ഭരണത്തിൽ യാതൊരു പുതിയതായിട്ട് ഒന്നുണ്ടാക്കിയെന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ഹാളും അതുപോലെ തന്നെ ഒരു ഈ ഷോപ്പിംഗ് കോംപ്ലക്സാണ്. ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് രണ്ടും തന്നെ
ഒരു 6 കോടി ഉറുപ്പ്യനെടുത്ത് ലോൺ എടുത്ത് KURDFCന്ന് ലോൺ എടുത്തുണ്ടാക്കിയാണ്. എന്നാൽ ലോൺ എടുത്തുണ്ടാക്കിയാൽ ഇപ്പോഴും അതിൻ്റെ പണികൾ കംപ്ലീറ്റ് ആവാത്ത രൂപത്തിൽ ഈ കഴിഞ്ഞ മാസം തന്നെ ഒരു 50 ലക്ഷത്തോളം രൂപ ചിലവാക്കി റിപ്പയർമെൻറ്റ് നടത്തിയിട്ടുണ്ടായി. എന്നാലും അതിൻ്റെ അത് ഒരു കംഫർട്ടല്ല എന്ന രൂപത്തിലാണ്. പല രൂപത്തിലും മഴ പെയ്യുന്ന സമയത്തൊക്കെ മഴക്കാലങ്ങളിൽ അടിയിൽ കൂടെ ഉറവ് പൊന്നുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. 2020 തെരഞ്ഞെടുപ്പിൽ 1.5 വർഷം RMP പ്രതിനിധി രഞ്ജിത്താണ് പഞ്ചായത്ത് പ്രസിഡന്റായത്. 3.5 വർഷക്കാലം കോൺഗ്രസ് പ്രതിനിധിയും. RMP ആകട്ടെ UDFനൊപ്പം ഇത്തവണയും ഉറച്ചു നിൽക്കും. RMPയുടെ ഒരു സ്വാധീനം വളരെ നിർണായകമാണ് മാവൂരിൽ. നേരത്തെ RMP രൂപീകരണത്തിന് ശേഷമാണ് മാവൂരിൽ തുടർച്ചയായിട്ട് 10-40 വർഷം CPM ഭരിച്ചിട്ടുള്ള പഞ്ചായത്തായിരുന്നു. RMP രൂപീകരണത്തിന് ശേഷമാണ് ഭരണം CPMന് നഷ്ടമാകുന്നത്. ഇപ്പോൾ ആ നിലയിൽ തന്നെ RMPക്ക് വലിയ സ്വാധീനമുണ്ട്. അതുമാത്രമല്ല ഇപ്പോൾ KPയുടെ സ്വാധീനം കൂടി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ UDFന് UDF RMP ഈ സംവിധാനത്തിന് ഗുണകരമാകും. ഇത്തവണ പക്ഷേ RMPക്ക് മാത്രമല്ല കേരള പ്രവാസി അസോസിയേഷനെ കൂടി സീറ്റ് വിഭജനത്തിൽ UDFന് പരിഗണിക്കേണ്ടി വരും. ചാലിയാറിൻ്റെ തീരത്തെ മാവൂർ പഞ്ചായത്ത് ഒരു കാലത്ത് CPM കോട്ടയായിരുന്നു. ഗ്വാളിയോർ സമരവും കർഷക പ്രക്ഷോഭങ്ങളുമായി വ്യക്തമായ സ്വാധീനമുണ്ടാക്കിയ CPMലെ വിഭാഗീയതയാണ് പിന്നീട് തിരിച്ചടിയായത്. RMPയുടെ രാഷ്ട്രീയ നിലപാടുകളും TP ചന്ദ്രശേഖരൻ്റെ വധവും സ്വാധീനിക്കപ്പെട്ട പഞ്ചായത്താണ് മാവൂർ. CPMൻ്റെ കോട്ടകൾ തകർന്നില്ലെങ്കിലും വലിയ വിള്ളലുണ്ടാക്കാൻ RMPക്കും UDFനും കഴിഞ്ഞു. അതുകൊണ്ടാണ് 3 ടേമിൽ UDF തന്നെ ഭരണം കൈയാളുന്നത്. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം S വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. ഇടുക്കി കാൽവരി മൗണ്ട് വിനോദസഞ്ചാര കേന്ദ്രത്തിനോട് അനുബന്ധിച്ച് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച പിങ്ക് കഫേ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. 2 വർഷത്തോളമായി പണി പൂർത്തിയാക്കിയ പിങ്ക് കഫേ ഇതുവരെയും ലേലം ചെയ്തു കൊടുക്കാൻ നടപടിയായിട്ടില്ല. ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന പ്രദേശങ്ങളിലൊന്നാണ് കാൽവരി മൗണ്ട്. എന്നാൽ ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും അന്യമാണ്. വിനോദസഞ്ചാരികൾക്കായി ശുചിമുറി സൗകര്യമോ വെയിറ്റിംഗ് ഷെഡോ പോലും ടൂറിസം കേന്ദ്രത്തിന്റെ പ്രവേശന ഭാഗത്തില്ല. ഇതിനിടയിലാണ് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ഇവിടെ പിങ്ക് കഫേ നിർമ്മിച്ചത്. KSRTC ബസിന്റെ മാതൃകയിലായിരുന്നു നിർമ്മാണം. പണി പൂർത്തിയാക്കി 2 വർഷമാകാറായിട്ടും പിങ്ക് കഫേ ലേലം ചെയ്തു കൊടുക്കാനോ തുറക്കാനോ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല. ഇതിന് ഏകദേശം 23-24 ലക്ഷം രൂപയോളം മുടക്കായിട്ടുണ്ടെന്നുള്ള ഒരു അറിവാണ് കിട്ടിയിരിക്കുന്നത്. കുടുംബശ്രീയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഫി ബാറോ സ്നാക്സ് സെൻറ്റർ ഇതൊക്കെയാണ് ഇതിൽ വിഭാവനം ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് ഒരു സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ്. മദ്യപാനം അടക്കമുള്ള കാര്യങ്ങൾക്ക് പറ്റിയ ഒരു ഒതുങ്ങിയ സ്ഥലം. അപ്പോൾ ഇത് ഇവിടെ പ്രദേശവാസികൾക്കടക്കം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പ്രവർത്തനമില്ലാതായതോടെ പിങ്ക് കഫേയുടെ ചുറ്റും കാട് വളർന്നു. മദ്യപ സംഘത്തിന്റെ താവളമായി ഇവിടം മാറുകയും ചെയ്തു. സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചില്ലെങ്കിൽ പിങ്ക് കഫേ പൊളിച്ചു നീക്കി ഇവിടം ബസ് കാത്തിരിപ്പ് കേന്ദ്രമാക്കി മാറ്റിയാൽ വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഏറെ പ്രയോജനകരമാകും. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികൾക്കായി സംസ്ഥാന ശിശുക്ഷേമ സമിതി സംഘടിപ്പിക്കുന്ന തളിര് വർണ്ണോത്സവത്തിന് തുടക്കമായി. LP മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള 400-ൽ പരം കുട്ടികളാണ് ആദ്യ ദിനം മത്സരങ്ങളിൽ പങ്കെടുത്തത്. ശ്രീചിത്ര ഹോം, മഹിളാ മന്ദിരം, ശിശുക്ഷേമ സമിതിയുടെ ബാലികാ മന്ദിരം തുടങ്ങി 20ഓളം ഹോമുകളിലെ കുട്ടികൾക്കായാണ് വർണ്ണോത്സവം സംഘടിപ്പിക്കുന്നത്. കൂട്ടത്തോടെ ആരവം മുഴക്കി കൈപിടിച്ച് ഒരേ മനസ്സോടെ ചിരിച്ചുല്ലസിച്ച് വേദികളിൽ നിന്നും വേദികളിലേക്ക് പായുന്ന കുട്ടികളെയാണ് ആദ്യ ദിനം കാണാനായത്. സാധാരണ കലോത്സവ വേദികളിലെ സ്ഥിരം പരിഭവങ്ങളോ അവകാശവാദങ്ങളോ ഇല്ലാത്ത മനോഹര നിമിഷങ്ങൾക്ക് സാക്ഷിയാവുകയായിരുന്നു വർണ്ണോത്സവത്തിന്റെ ആദ്യ ദിനം. ശിശുദിനത്തോടനുബന്ധിച്ച് നടന്നുവരുന്ന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായാണ് തൈക്കാട് ശിശുക്ഷേമ സമിതി ഹാളിലും ഗവൺമെന്റ് സംഗീത കോളേജിലുമായി 2 ദിവസം നീണ്ടു നിൽക്കുന്ന തളിർ വർണ്ണോത്സവ കലോത്സവം സംഘടിപ്പിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് വലിച്ചെറിഞ്ഞ കുപ്പി കൊണ്ട് യുവാവിന് ഗുരുതരമായ പരിക്ക്.
നൊച്ചാട് സ്വദേശിയായ ആദിത്യന്റെ 2 പല്ലുകൾ നഷ്ടമായി. മുഖത്തും പരിക്കേറ്റിട്ടുണ്ട്. ആദിത്യൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ വൈകുന്നേരം കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയായിരുന്നു ആദിത്യൻ. ഈ സമയത്ത് അതുവഴി കടന്നുപോയ മംഗലാപുരം ട്രെയിനിൽ നിന്നുമാണ് കുപ്പി വലിച്ചെറിഞ്ഞത്. സംഭവത്തിൽ റെയിൽവേ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇടുക്കി മുട്ടുകാടിൽ മഹാശിലായുഗ കാലത്തെ അവശേഷിപ്പുകളുമായ മുനിയറകൾ സംരക്ഷിക്കുന്നതിനും മലമുകളിലെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും തയ്യാറെടുത്ത് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത്. ടൂറിസം പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പദ്ധതി തയ്യാറാക്കി ഗ്രാമപഞ്ചായത്ത് DTPCക്ക് കൈമാറി. കാലങ്ങളായുള്ള നാട്ടുകാരുടെ ആവശ്യം കൂടിയാണ് മുട്ടുകാട് മുനിയറക്കുന്നിന്റെ ടൂറിസം വികസനം. ഹൈറേഞ്ചിന്റെ കുട്ടനാടെന്നറിയപ്പെടുന്നതാണ് മുട്ടുകാട് പാടശേഖരം. ഇതിന്റെ ഒരു വശത്തായി ഉയർന്നു നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകളിലാണ് മഹാശിലായുഗത്തിന്റെ അവശേഷിപ്പുകളായ മുനിയറകൾ സ്ഥിതി ചെയ്യുന്നത്. നിരവധി മുനിയറകളുണ്ടെങ്കിലും ഇവ സംരക്ഷിക്കുന്നതിന് നടപടി ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് മുട്ടുകാട് മുനിയറക്കുന്നിലെ ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യം ഉയർന്നത്. ഇതിനുള്ള നടപടികളുമായി ഗ്രാമപഞ്ചായത്ത് രംഗത്തെത്തുകയും ചെയ്തു. ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതി രേഖ ഗ്രാമപഞ്ചായത്ത് DTPCക്ക് നൽകി കഴിഞ്ഞു. മുനിയറകളുടെ ചുറ്റുപാടുകളെല്ലാം നിലനിർത്തിക്കൊണ്ട് ചെറിയ മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് അവിടെ സംരക്ഷണ വേലി ഉൾപ്പെടെ അവിടെ ആളുകൾക്ക് ഇരിക്കാനുള്ള ബെഞ്ച് ഉൾപ്പെടെ ഒരു തടാകം ഉൾപ്പെടെ അതിപുരാതന കാലത്ത് മുനിമാരവിടെ താമസിച്ചിരുന്ന സങ്കല്പം ഉൾപ്പെടെയുള്ള ഒരു പ്രോജക്റ്റാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പ്രോജക്റ്റ് ആണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതേപടി നിലനിർത്തിക്കൊണ്ട് കോടമഞ്ഞും വീശിയടിക്കുന്ന കാറ്റും മുട്ടുകാട് പാടശേഖരത്തിന്റെ മനോഹര കാഴ്ചയും ഇവിടുത്തെ പ്രത്യേകതയാണ്. പദ്ധതി നടപ്പായാൽ ഉൾഗ്രാമ പ്രദേശമായ മുട്ടുകാടിന്റെ സമഗ്രമായ വികസനത്തിനും ഇത് വഴിതെളിക്കും. അമൃത ന്യൂസ്, ഇടുക്കി. പേരാമ്പ്ര സംഘർഷത്തിന് പിന്നാലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. പേരാമ്പ്ര വടകര ഡിവൈഎസ്പിമാർക്ക് സ്ഥലം മാറ്റം. വടകര ഡിവൈഎസ്പി ഹരിപ്രസാദിനെയും പേരാമ്പ്ര ഡിവൈഎസ്പി സുനിൽകുമാറിനെയുമാണ് സ്ഥലം മാറ്റിയത്. ഹരിപ്രസാദിനെ കോഴിക്കോട് നോർത്തിലേക്കും സുനിൽകുമാറിനെ കോഴിക്കോട് ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്കുമാണ് സ്ഥലം മാറ്റിയത്. ഷാഫി പറമ്പലിന് മർദ്ദനമേറ്റതിൽ ഇരുവർക്കുമെതിരെ ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പതിവ് സ്ഥലം മാറ്റമാണെന്നാണ് വിശദീകരണം. ഇരുവരുടെയും നേതൃത്വത്തിലാണ് ഷാഫി പറമ്പലിനെ മർദ്ദിച്ചതെന്ന് കോൺഗ്രസ് പരാതി നൽകിയിരുന്നു. ലോക്സഭാ സ്പീക്കർക്കും കോൺഗ്രസ് പരാതി നൽകിയിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ പഴം പച്ചക്കറി മാർക്കറ്റ് ഇനി കോഴിക്കോടിന് സ്വന്തം. കലുത്താൻ കടവിലെ ന്യൂ പാളയം പഴം പച്ചക്കറി മാർക്കറ്റ് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ ഏറ്റവും വിസ്തീർണത്തോടും സൗകര്യത്തോടും അത്യാധുനിക സൗകര്യത്തോടും കൂടിയുള്ള ആദ്യ പഴം പച്ചക്കറി മാർക്കറ്റാണ് കോഴിക്കോടിന് സമർപ്പിക്കുന്നതെന്ന് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പറഞ്ഞു. എന്നാൽ പാളയം പച്ചക്കറി മാർക്കറ്റിലെ ഒരു വിഭാഗം കച്ചവടക്കാർ ഇപ്പോഴും പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ തയ്യാറായിട്ടില്ല. 2005 കല്ലുത്താൻ കടവ് കോളനിയിലെ താമസക്കാരെ പുതിയ ഫ്ളാറ്റ് നിർമ്മിച്ച് അതിലേക്ക് മാറ്റാനും ഈ സ്ഥലത്ത് ന്യൂ പാളയം പഴം പച്ചക്കറി മാർക്കറ്റ് പണിയാനും കോർപ്പറേഷൻ തീരുമാനിച്ചത്. 2009 തറക്കല്ലിട്ടു. എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ കാരണം നിർമ്മാണം തുടങ്ങാൻ വൈകി. കല്ലുത്താൻ കടവ് ഏരിയ ഡെവലപ്മെന്റ് കമ്പനിയാണ് കോർപ്പറേഷന്റെ 5.5 ഏക്കർ സ്ഥലത്ത് 100 കോടിയിലധികം രൂപ ചെലവിൽ 3.5 ലക്ഷം സ്ക്വയർ ഫീറ്റിലുള്ള മാർക്കറ്റ് നിർമ്മിച്ചു നൽകിയത്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണത്തോടും അത്യാധുനിക സൗകര്യത്തോടും കൂടിയുള്ള ആദ്യ പഴം പച്ചക്കറി മാർക്കറ്റ് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോടിന് സമർപ്പിക്കുമെന്ന് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിസ്തൃതിയുള്ള, കൂടുതൽ സൗകര്യമുള്ള, കൂടുതൽ ആധുനികമായ പഴം പച്ചക്കറി മാർക്കറ്റാണ് ഇവിടെ വരുന്നത്. 35 വർഷത്തേക്ക് പഴം പച്ചക്കറി മാർക്കറ്റിന്റെയും അനുബന്ധ കെട്ടിടങ്ങളുടെയും നടത്തിപ്പ് ചുമതല കാഡ്കോയ്ക്കാണ്. മാർക്കറ്റിൽ 310 കടമുറികളാണുള്ളത്. ഇതിന്റെ വാടക കോർപ്പറേഷനാണ് നിശ്ചയിക്കുക. ഒരു കടമുറിക്ക് കുറഞ്ഞത് 100 ചതുരശ്ര അടി വിസ്തീർണമുണ്ട്. പാളയത്ത് മാർക്കറ്റിലെ കോർപ്പറേഷൻ വാടക കെട്ടിടങ്ങളിലുള്ള 153 കച്ചവടക്കാരെയും അഡ്വാൻസ് ഇല്ലാതെ ഇങ്ങോട്ട് മാറ്റും. താഴത്തെ നിലയിലാണ് പഴം പച്ചക്കറി മാർക്കറ്റ്. മുകളിൽ മറ്റ് ബിസിനസ് ആവശ്യങ്ങൾക്ക് മുറി നൽകും. 3 നിലയിലുള്ള പ്രധാന കെട്ടിടത്തിൽ എല്ലാ നിലയിലും വാഹനങ്ങൾ എത്തും. 500 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണുള്ളത്. എന്നാൽ പാളയം പച്ചക്കറി മാർക്കറ്റിലെ ഒരു വിഭാഗം കച്ചവടക്കാർ ഇപ്പോഴും പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ തയ്യാറായിട്ടില്ല എന്നതാണ് കോർപ്പറേഷന് പ്രതിസന്ധിയാകുന്നത്. കല്ലുത്താൻ കടവിൽ വാഹനങ്ങൾ എത്തുന്നതിന് മതിയായ സൗകര്യമില്ല എന്നാണ് ഇവരുടെ ആരോപണം. അതേസമയം മാർക്കറ്റിലേക്ക് വാഹനങ്ങൾ എത്തുന്നതിന് ജംഗ്ഷൻ വീതി കൂട്ടുന്നതിനായി ബൈപ്പാസ് ജംഗ്ഷനും പുതിയ പാലം റോഡിനുമിടയിലെ 18 സെന്റ് പുറമ്പോക്ക് സ്ഥലം കോർപ്പറേഷൻ വിട്ടുകൊടുത്തിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.
വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നു. പോയ വാരം വിപണി. ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ഈ ആഴ്ചയും നേട്ടം ആവർത്തിച്ചേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചയും തുടർച്ചയായി വിപണിയിൽ നേട്ടമായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലാണ് മുൻനിര ഓഹരി സൂചികകളിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് ഓഹരിയാണെങ്കിൽ എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിൽ വ്യാപാരം തുടരുകയും ചെയ്യുന്നു. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അനുകൂല തരംഗമാണ് ഒരു പരിധിവരെ ഇപ്പോഴത്തെ വിപണിക്ക് ഏറ്റവും അനുകൂലമായി നിലകൊള്ളുന്നത്. ഒപ്പം ആഗോള സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്ന സൂചനയുമുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യ-US വ്യാപാര കരാർ ഒരു സമവായത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളൊരു സൂചന ലഭിക്കുന്നത് തന്നെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ അനുകൂലമായി നിൽക്കുന്നൊരു ഘടകം. ഒപ്പം തന്നെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വലിയ തോതിൽ വിപണിയിൽ നിക്ഷേപം തുടരുന്നതും വിപണിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ ഘടകങ്ങളെല്ലാം അനുകൂലമായിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ചയും വിപണി നിക്ഷേപ താല്പര്യം തുറന്നിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ, പ്രത്യേകിച്ചും കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന വ്യാപാര സമയത്തിന് ശേഷം പുറത്തു വന്ന റിലയൻസ് ഇൻഡസ്ട്രീസ്, ICICI ബാങ്ക്, HDFC ബാങ്ക് തുടങ്ങിയ പ്രവർത്തന ഫലങ്ങൾ വിപണി പ്രതീക്ഷയിലും മികച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അനുകൂലമായ സമീപനം വിപണിയിൽ ഉണ്ടാവുകയും ചെയ്യും. ഈ വരും ദിവസങ്ങളിലും നല്ല തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. ഈ ഒരാഴ്ച 2 വ്യാപാര ദിനങ്ങൾ കുറവാണ്. പ്രത്യേകിച്ചും ഒക്ടോബർ 21, 22 ദിവസങ്ങളിൽ വിപണിക്ക് അവധിയാണ്. ഒക്ടോബർ 21-നാണ് മുഹൂർത്ത വ്യാപാരം നടക്കുന്നത്. 1 മണിക്കൂർ മുഹൂർത്ത വ്യാപാരം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വ്യാപാര ദിനം കുറവായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വാധീനവും വിപണിയിലുണ്ടാവും. എന്തായാലും ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. നിലവിലെ സാഹചര്യത്തിൽ മുൻനിര സൂചികയായ നിഫ്റ്റി 25,800 എന്ന നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം തുടരേണ്ടതുണ്ട്. ഇന്ന് ആ ഒരു നിലവാരത്തിന് മുകളിൽ തന്നെ വ്യാപാരം തുടങ്ങിയേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആ ഒരു നിലവാരത്തിൽ നിലനിന്ന് വ്യാപാരം നടക്കാനും സാധ്യതയുണ്ട്. ജീവിത വിജയം കൈവരിക്കാൻ ചെറുതും വലുതുമായ ഒരുപാട് ഘടകങ്ങളിൽ നമ്മുടെ ശ്രദ്ധ ആവശ്യമാണ്. പലപ്പോഴും നമുക്കത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. അത് കണ്ടെത്തി കൃത്യമായി ചൂണ്ടിക്കാട്ടുകയാണ് അമൃത ന്യൂസിൻ്റെ ഗെയിം ചേഞ്ചർ എന്ന സെഗ്മെന്റിലൂടെ പ്രശസ്ത ക്രിക്കറ്റ് കമാൻഡേറ്ററും സ്പോർട്സ് ബ്രോഡ്കാസ്റ്ററും കോളമിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറും മൃദംഗ വിദ്വാനുമായ ശ്രീദത്ത് S. പിള്ള വിജയത്തിനായി അവസരം വിനിയോഗിക്കാൻ ശരിയായ സ്ഥലവും സമയവും എന്ത് സ്ഥാനമാണ് വഹിക്കുന്നത് എന്ന് പറയുന്നു. ശ്രീദത്ത് പിള്ളയുടെ വാക്കുകൾ കേൾക്കാം. കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഈ ഫുട്ബോൾ മാച്ചുകൾ കാണുമ്പം എനിക്കെപ്പോഴും കൗതുകം തോന്നുന്നൊരു കാര്യമുണ്ട്. ഫുട്ബോൾ ടീം നമുക്കറിയാം 11 പേരാണ് ഒരു ടീമിൽ. അതായത് ചുവപ്പ് കാർഡൊന്നും കണ്ട് ആരും പുറത്തു പോയില്ലെങ്കിൽ സ്റ്റാർട്ടിങ് 11 പേരാണ്. നമുക്കൊരു ഗോൾ കീപ്പറുണ്ട്, ഗോൾ കാക്കുന്ന ഒരു ഗോൾ കീപ്പറുണ്ട്. അദ്ദേഹത്തിന് മുന്നിലായി നമുക്കൊരു ഡിഫൻസ് എന്ന് പറയുന്ന ഒരു സാധാരണ 4 പേര് ഒരു ഡിഫൻസ്, ഒരു പ്രതിരോധ നിരയുണ്ട്. അതിന് മുന്നിലാണ് നമുക്ക് മധ്യനിര എന്ന് പറയും. അത് പല ഫോർമേഷൻസ് ഉണ്ട്. 4-2-4 കളിക്കുന്നവരുണ്ട്, 4-3-3 ഉണ്ട്, അങ്ങനെ പല ഫോർമേഷൻസ് ഉണ്ട്. ഈ മധ്യനിരയുള്ള ആൾക്കാർ കഴിഞ്ഞാൽ നമുക്ക് മുന്നേറ്റ നിര, അതായത് ഫോർവേഡ്സ് അല്ലെങ്കിൽ സ്ട്രൈക്കേഴ്സ് എന്ന് പറയും. ഈ കൂടുതലും അങ്ങനെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ലെങ്കിൽ പോലും കൂടുതൽ നമ്മൾ ഗോൾസ് സ്കോർ ചെയ്യുന്ന സ്ട്രൈക്കേഴ്സ് ആയിരിക്കും, അല്ലേ? ഇപ്പം ഞാനെപ്പോഴും ആലോചിക്കും, ഈ മിഡ്ഫീൽഡിലുള്ള ആൾക്കാർ, അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് അല്ലെങ്കിൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡ്, ഇങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും ഇങ്ങനെ ഭയങ്കരമായിട്ട് പന്തിന് വേണ്ടി കിടന്ന് പോരാടുകയും പന്തിന് വേണ്ടി കിടന്ന് ഓടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഓടുന്ന കാണാം. അവർ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. വേർത്ത് കുളിച്ച് ഭയങ്കര ഫിസിക്കൽ സ്ട്രെയിൻ നമുക്ക് അവരുടെ ആ ഒരു ഇതിൽ നമുക്ക് ഫീൽ ചെയ്യും. നമുക്കറിയാം, ഒരു ഫുട്ബോൾ മാച്ചിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 90 മിനിറ്റാണ്. 2 ഹാഫ്സാണ്, 2 പകുതികളാണ്. ആദ്യത്തേത് 45, രണ്ടാമത്തേത് 45. പക്ഷേ ചിലപ്പോൾ ഇത് 45 മിനിറ്റിലൊന്നും നിൽക്കാറില്ല. ഇഞ്ചുറി ടൈം, ആഡഡ് ടൈം വരും. ഇപ്പോൾ ഒരു കളിക്കാരൻ പരുക്ക് പറ്റിയാൽ ആ പരുക്ക് അറ്റൻഡ് ചെയ്യാൻ എടുക്കുന്ന സമയം കൂടെ നമ്മൾ ആഡ് ചെയ്ത് പലപ്പോഴും 100 മിനിറ്റ് അല്ലെങ്കിൽ 100 മിനിറ്റിന് മുകളിലും പോകാറുണ്ട്. 90 മിനിറ്റ് നിൽക്കാറില്ല. ഈ 100 മിനിറ്റിലും അല്ലെ 90 മിനിറ്റ് വെച്ചോളൂ, ഈ ഓടുന്ന ആൾക്കാർ പലപ്പോഴും അവരല്ല സ്റ്റാർസ് നമ്മൾ കാണുന്നത്. നമ്മൾ സ്റ്റാർസായിട്ട് കാണുന്ന ആൾക്കാർ പലപ്പോഴും, അല്ലെ താരങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് പലപ്പോഴും ഗോൾ സ്കോർ ചെയ്യുന്ന ആൾക്കാർക്കാണ്, അല്ലേ? അവർക്കാണ് മീഡിയയിൽ കൂടുതൽ കവറേജ് കിട്ടുക, അവർക്കാണ് കൂടുതൽ ഗ്ലാമർ, അവരാണ് കൂടുതൽ ഇൻ്റർവ്യൂസിന് വരെ നമ്മൾ കാണുന്നത്, അവർക്കാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ, അതായത് വില. ഇപ്പോൾ ഈ ക്ലബ് ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, എക്സ്പെൻസീവാണ് പ്ലെയേഴ്സ്. ഇൻ്റർനാഷണൽ മാർക്കറ്റൊക്കെ നോക്കുവാണെങ്കിൽ ക്ലബ്സിന് ദേ ഗെറ്റ് പെയ്ഡ് എ ലോട്ട് ഓഫ് മണി. ഏറ്റവും കൂടുതൽ സാധാരണ, എഗെയിൻ എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും, ഏറ്റവും കൂടുതൽ ഗ്ലാമറും ഏറ്റവും കൂടുതൽ പൈസയും ഏറ്റവും കൂടുതൽ എല്ലാം സാധാരണ ലഭിക്കുന്നത് സ്ട്രൈക്കേഴ്സിനാണ്. പലപ്പോഴും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു മാച്ചിൽ ഒരു ഗോളിനാണ് ഒരു ടീം
ജയിക്കുന്നതെന്നിരിക്കട്ടെ, ആ ഗോൾ സ്കോർ ചെയ്യുന്നത് ചിലപ്പോൾ 87ാമത്തെ മിനിറ്റിലായിരിക്കും. ഡൈയിങ് മൊമെൻറ്റ്സ് ഓഫ് എ മാച്ച് തീരാൻ പോകുമ്പോഴായിരിക്കും. ആ സമയത്ത് ആയിരിക്കും നമ്മൾ ഈ സ്ട്രൈക്കറുടെ ശരിക്കുള്ളൊരു പ്രസൻസ് നമ്മൾ കാണുന്നത്. അതിന് മുമ്പ് മേ ബി വൺസ് ഓർ ട്വൈസ് ഈ ഡ്യൂറേഷൻ്റെ ഇടയ്ക്ക് പുള്ളി എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഒരു 90 മിനിറ്റും ഇങ്ങനെ ഓടി കിതച്ച് നടക്കുന്ന ആളേക്കാൾ കൂടുതൽ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്നതും അല്ലെങ്കിൽ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും ഒക്കെ ഈ സ്ട്രൈക്കറെ ആയിരിക്കും. 87ാമത്തെ മിനിറ്റിൽ അദ്ദേഹം ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു, അതല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ല. ഐ തോട്ട് ഇറ്റ്സ് അൺഫെയർ അല്ലേ? അത് അൺഫെയർ ആയിട്ടൊരു കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഹാർഡ് വർക്കിംഗ് നമുക്ക് തോന്നുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ ഒരു സ്ട്രൈക്കർക്ക് വാല്യൂ വരുന്നത്? പിന്നീടാണ് ഞാൻ അതിനെ കൂടുതൽ ചിന്തിച്ച് അല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ സ്ട്രൈക്കർ എന്ന് പറയുന്ന ആളുടെ ഒരു സെൻസ് ഓഫ് ഓപ്പർച്യൂണിറ്റി, അതായത് ഹീ ഈസ് ഓഫൻ ഇൻ ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. അതായത് ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്താണ് ഒരു ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. ആ ശരിയായ സമയം ഏതാണ്, അല്ലെങ്കിൽ ശരിയായ സ്ഥലം ഏതാണ്, ശരിയായ സമയം ഏതാണ്, ആ ഒരു സെൻസാണ് സ്ട്രൈക്കർക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. ആ സെൻസിനാണ് വാല്യൂ, ആ സെൻസിനാണ് അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും കൂടുതൽ അഡുലേഷൻ അല്ലെങ്കിൽ പ്രൈസ് എല്ലാം കിട്ടുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ലൈഫിലും അത് അങ്ങനെ തന്നെയല്ലേ? നമുക്ക് പലപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് വരും, പക്ഷേ ആ ഓപ്പർച്യൂണിറ്റീസ് സെൻസ് ചെയ്യാൻ നമുക്ക് പറ്റാറില്ല. ആ ഒരു സെൻസ് ചെയ്യുന്ന ഒരു കറക്റ്റ് സ്ഥലത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ, ചില ആൾക്കാർ ഈ സക്സസ് സ്റ്റോറീസ് കേൾക്കുമ്പോൾ അവർ പറയും ഐ വാസ് ഇൻ ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. അപ്പോൾ ഞാൻ ആലോചിക്കും, എന്താണ് ഈ റൈറ്റ് പ്ലേസ് റൈറ്റ് ടൈം? എങ്ങനെ നമ്മൾ എത്തും? അത് ചിലർക്ക് മാത്രം കൊടുത്തിട്ടുള്ളൊരു ഗിഫ്റ്റാണോ? അല്ല, നമ്മൾക്ക് അത് കൾട്ടിവേറ്റ് ചെയ്ത് ഇൻകൾക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവസരങ്ങൾ നമ്മൾ ലൈഫിൽ വരുമ്പം അത് സെൻസ് ചെയ്യുന്ന എങ്ങനെയുള്ള ആൾക്കാരാണ് നോക്കിയാൽ കൂടുതൽ പ്രിപ്പയർഡായിട്ടുള്ള ആൾക്കാർക്കായിരിക്കും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് സെൻസ് ചെയ്യാനുള്ള കഴിവ്. ഒബ്വിയസ്ലി കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അവർക്കായിരിക്കും കിട്ടുക, പക്ഷേ അതിലുപരി നമുക്കത് കറക്റ്റായിട്ട് സെൻസ് ചെയ്യാനുള്ളൊരു ഇത് കാണും. പ്രിപ്പയർനെസ്, തയ്യാറെടുത്തിരിക്കുന്ന ആൾക്കാർക്കാണ് സെൻസ് ചെയ്യാനുള്ളൊരു കഴിവ് വരിക. അതുപോലെ തന്നെ ആ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പം അതിനെ മുതലാക്കാനുള്ളൊരു കോൺഫിഡൻസ് ലെവലും അങ്ങനെയുള്ളവർക്കായിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾ പ്രിപ്പയർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിലുള്ളൊരു പ്രഷറുണ്ടല്ലോ, പെർഫോം ചെയ്യാനുള്ള പ്രഷറും കുറവായിരിക്കും. സോ എവറിത്തിങ് ബോയിൽസ് ഡൗൺ ടു പ്രിപ്പയർനെസ്. നമ്മളുടെ ആ തയ്യാറെടുപ്പിന് നമ്മളുടെ ആ ട്രേഡ്, നമ്മൾ ചെയ്യുന്ന കാര്യത്തിനുള്ള ഒരു വല്ലാത്തൊരു അഭിനിവേശം, വല്ലാത്തൊരു പ്രണയം വേണം. അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള, കോൺസ്റ്റൻ്റായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു നമുക്കൊരു മെൻറ്റാലിറ്റി, ഒരു മൈൻഡ് സെറ്റ് വേണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി അത് എപ്പോഴായാലും നമുക്കത് മുതലാക്കാം. യു ഷുഡ് സ്ട്രൈക്ക്, ബി എ ഗുഡ് സ്ട്രൈക്കർ. നാളെ കാണാം. തിരുവനന്തപുരം നെടുമങ്ങാട് STPI CPM സംഘർഷം. CPM മുല്ലശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി ദീപുവിനെ STPI പ്രവർത്തകർ ആക്രമിച്ചെന്ന ആരോപണവുമായി CPM രംഗത്ത്. STPI പ്രവർത്തകരായ 3 പേരെയാണ് ദീപുവിനെ ആക്രമിച്ചതെന്നാണ് ആരോപണം. കായ്പാടി പള്ളിമുക്ക് ജംഗ്ഷനിലെ SN മൻസിൽ നാദിഷായുടെ വീടിന്റെ ജനൽ ഗ്ലാസുകളും വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന STPIയുടെ ആംബുലൻസിന്റെ ഗ്ലാസും മാരുതി ആൾട്ടോ കാറിന്റെ ഗ്ലാസും ചെടിച്ചട്ടികളും CPM പ്രവർത്തകർ തകർത്തു. രാത്രി 1 മണിയോടുകൂടി നെടുമങ്ങാട് ആശുപത്രിക്കും മുൻവശം DYFI മേഖലാ കമ്മിറ്റിയുടെ ആംബുലൻസ് STPIക്കാരും കത്തിച്ചു. ലഡാക്കിൽ വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറായി കേന്ദ്ര സർക്കാർ. ബുധനാഴ്ച ചർച്ച നടക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ലേ അപെക്സ് ബോഡി, കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നീ സംഘടനകളുടെ പ്രതിനിധികളുമായി 8 പേർ ചർച്ചയിൽ പങ്കെടുക്കും. ചർച്ചകളിൽ പങ്കെടുക്കുമെന്ന് ഇരു സംഘടനകളുടെയും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ നിരവധി തവണ ചർച്ച നടത്താൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും സംഘടനകൾ പിന്മാറിയിരുന്നു. സ്വതന്ത്ര ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് സംഘടനകളുടെ ആവശ്യം അംഗീകരിച്ച പശ്ചാത്തലത്തിലാണ് ചർച്ചകളിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത്. സുപ്രീംകോടതി മുൻ ജസ്റ്റിസ് BS ചൗഹാനാണ് കാർഗിൽ സംഘർഷവും അതിനുശേഷമുണ്ടായ മരണങ്ങളും അന്വേഷിക്കുന്നത്. അട്ടപ്പാടി മുള്ളിയൂരിലെ വിദ്യാർത്ഥികൾ അമൃത TVയുടെ കൊച്ചി സ്റ്റുഡിയോ സന്ദർശിച്ചു. ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യുന്ന പരിപാടികൾ ഷൂട്ട് ചെയ്യുന്നത് ഏറെ കൗതുകത്തോടെയാണ് കുട്ടികൾ കണ്ടത്. 1 മണിക്കൂറോളം ഇവർ സ്റ്റുഡിയോയിൽ സമയം ചെലവഴിച്ചു. 3 ദിവസം നീണ്ടുനിൽക്കുന്ന വിനോദയാത്രയുടെ ഭാഗമായാണ് 28 കുട്ടികളും 7 അധ്യാപകരും കൊച്ചിയിൽ എത്തിയത്. അട്ടപ്പാടി ആദിവാസി മേഖലയിലെ മുള്ളിയൂരിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് LP സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് അമൃത TV കൊച്ചി സ്റ്റുഡിയോയിലെത്തിയത്.
അപ്പം മുള്ളി എന്ന് പറയുന്നത് ബോർഡർ പോസ്റ്റാണ്, നീലഗിരി റേഞ്ചാണ്. അതുകൊണ്ട് ഇവരുടെ മനസ്സിൽ മലയാള നടീനടന്മാരോ ആളുകളോ ആയിരിക്കില്ല. വിജയും സൂര്യൻ പോലുള്ള ആളുകളായിരിക്കും അവർക്ക് ഉണ്ടാവുക. രജനീകാന്തൊക്കെയാണ് അവരുടെ ഒരു ഇതായിട്ട് വരിക. തീർച്ചയായിട്ടും അവർ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം പറഞ്ഞല്ലോ, ഇതെല്ലാം അവർക്ക് പുതിയതാണ്. ലാലേട്ടൻ എപ്പോഴും പറയാറുണ്ട് അമേസിങ് എന്ന് പറയാറുണ്ട്. ആ അമേസിങ് എന്ന് പറയുന്ന ഒരു ഭാവം നമ്മുടെ മക്കൾക്ക് ഇത് കാണുമ്പോൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അതിന് എന്ത് പറഞ്ഞാലും അമൃത ടിവിയോട് നമ്മൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. കാരണം ഒരിക്കലും ഇത് മറക്കില്ല അവർ. ഇതിൽ ബഹുഭൂരിപക്ഷം പേരും, ഒരു 3-4 പേരൊഴികെ എല്ലാവരും ആദ്യമായാണ് അട്ടപ്പാടിയിൽ നിന്ന് ചുരം കടന്ന് മണ്ണാർക്കാട് വരെയെങ്കിലും എത്തുന്നത്. അപ്പം നമ്മൾ പൊതു സഹായത്തോടു കൂടിയാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്ക് അനുഭവ പരിചയം വളരെ കുറവാണ്. അപ്പോൾ പരമാവധി കാര്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുക, പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. 3-4 ക്ലാസ്സുകളിലെ 28 കുട്ടികളും 7 അധ്യാപകരും സംഘത്തിലുണ്ടായിരുന്നു. ലഘുഭക്ഷണത്തിന് ശേഷം ആദ്യം പോയത് മേക്കപ്പ് റൂം കാണാനായിരുന്നു. ശേഷം പരിപാടികൾ ഷൂട്ട് ചെയ്യുന്നത് കാണാൻ ഫ്ലോറിലേക്ക്. സൂപ്പർ സ്റ്റാർ പരിപാടിയുടെ ഷൂട്ടിംഗ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. വലിയ ക്യാമറകളും ലൈറ്റിങ്ങും എല്ലാം കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. കുറച്ചുനേരം ഷൂട്ടിംഗ് കണ്ട ശേഷം നേരെ PCR-ലേക്ക്. ടെലിവിഷന്റെ സാങ്കേതിക വശങ്ങളും അല്പം പരിചയപ്പെട്ടു. മോളിൽ പാട്ട് കണ്ടു, പിന്നെ ഡാൻസ്, പിന്നെ ഷൂട്ടിംഗ് സൂപ്പറായിരുന്നു, ആക്ടിങ് സൂപ്പറായിരുന്നു, പിന്നെ മേക്കപ്പ് സെറ്റൊക്കെ കാണിച്ചു തന്നു. അമൃത ടിവിയുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന് തൊട്ടു മുൻപ് ബോട്ട് സവാരിക്ക് കുട്ടികൾ പോയിരുന്നു. യാത്രയുടെ അനുഭവങ്ങളും ചിലർ പങ്കുവച്ചു. കൊച്ചിയിൽ വന്നിട്ട് ബോട്ടിൽ പോയി, ട്രെയിനിൽ കയറി, ഇനി ഞങ്ങൾ നാളെ കടലിൽ പോവും, മെട്രോ ട്രെയിനിൽ പോവും, വിമാനത്താവളത്തിൽ പോവും. ഒരു പാട്ടുകൂടി പാടി തന്നിട്ടാണ് കുഞ്ഞുങ്ങൾ അമൃത ടിവി സ്റ്റുഡിയോയിൽ നിന്ന് മടങ്ങിയത്. അമൃത ന്യൂസ്, കൊച്ചി. മാർഗദർശക് മണ്ഡലിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ധർമ്മ സന്ദേശയാത്രയുടെ ഭാഗമായുള്ള സനാതന ധർമ്മ സമ്മേളനം കൊല്ലത്ത് നടന്നു. വിവിധ ഹൈന്ദവ സംഘടനാ പ്രതിനിധികളും സന്യാസിനിമാരും പങ്കെടുത്ത ധർമ്മ സന്ദേശയാത്ര സനാതന ധർമ്മത്തിന്റെ മൂല്യങ്ങൾ ഓർമ്മപ്പെടുത്തി. ഈ മാസം 6-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച ധർമ്മ സന്ദേശയാത്രയാണ് കൊല്ലത്തിന്റെ മണ്ണിൽ സനാതനധർമ്മം എന്ന മഹാസന്ദേശം പകർന്നു നൽകിയത്. ധർമ്മ സന്ദേശയാത്രയുടെ ഭാഗമായുള്ള സനാതന ധർമ്മ സമ്മേളനത്തിൽ സ്വാമി ചിദാനന്ദപുരി ധർമ്മ സന്ദേശം നൽകി. സ്വന്തം മഹിമയെയും പൈതൃകത്തെയും വിസ്മരിച്ചതാണ് ആപത്തുകൾക്ക് കാരണമെന്നും അറിവിലധിഷ്ഠിതമായ സനാതനധർമ്മത്തിലൂടെ മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണമെന്നും സ്വാമി പറഞ്ഞു. നവകേരള സങ്കല്പത്തിലൂടെ ദൈവങ്ങൾക്ക് പോലും രക്ഷയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയ സ്വാമി ചിദാനന്ദപുരി സ്വർണത്തിൽ നിന്നും ചെമ്പും, ചെമ്പിൽ നിന്ന് സ്വർണവും നവകേരള സങ്കല്പത്തിന്റെ സൃഷ്ടിയാണെന്നും വിമർശിച്ചു. സർക്കാരിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഓഡിറ്റിംഗ് നടത്തി വിവരങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കണം. എങ്കിൽ മാത്രമേ കാണിക്ക നൽകൂ എന്ന് വിശ്വാസികൾ തീരുമാനമെടുക്കണമെന്നും സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു. എങ്കിലും ചില ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്രകാരം പറഞ്ഞത്. ഈ ധർമ്മ സന്ദേശയാത്രയിൽ ഒരിടത്തും പുതുതായിട്ടൊന്നും പറയാൻ പോകുന്നില്ല. ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ്. കാരണം നമ്മുടെ സമാജത്തിന് ഇല്ലാത്തതൊന്നുമില്ല. പക്ഷേ സനാതനധർമ്മം ഇല്ലാതാകുന്നതിലൂടെ ഹിന്ദുവിന്റെ മാത്രമല്ല ഭൂമിയുടെ മുഴുവൻ നാശമാണ് സംഭവിക്കുകയെന്ന് മാതാ അമൃതാനന്ദമയി മഠത്തിലെ മുതിർന്ന സന്യാസി സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി പറഞ്ഞു. വിശ്വാസങ്ങൾക്കുപരി ധർമ്മം അനുഷ്ഠിക്കാനാണ് നാം തയ്യാറാവേണ്ടതെന്നും സ്വാമിജി ഓർമ്മപ്പെടുത്തി. വിശ്വാസത്തെക്കാൾ ഉപരിയായിട്ട് നമ്മൾ ധർമ്മം അനുഷ്ഠിക്കുവാൻ തയ്യാറാകണം. സനാതനധർമ്മം എന്നത് സർവരെയും ആശ്ലേഷിക്കുന്ന ധർമ്മമാണത്. ധർമ്മ സന്ദേശയാത്രയുടെ ഭാഗമായി ഹിന്ദു നേതൃസമ്മേളനവും നടന്നു. സമൂഹത്തിലെ തിന്മകൾക്കെതിരെയുള്ള സന്യാസ സമൂഹത്തിന്റെ ശബ്ദമാണ് ധർമ്മ സന്ദേശയാത്രയെന്ന് മാതാ അമൃതാനന്ദമയി മഠത്തിലെ മുതിർന്ന സന്യാസി സ്വാമി വേദാമൃതാനന്ദപുരി ഹിന്ദു നേതൃസമ്മേളനത്തിൽ പറഞ്ഞു. ഈ സമൂഹത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങളിലും സന്യാസിമാർ ഇനി പ്രതികരിക്കാൻ മൗനികളായിട്ടിരിക്കാൻ കഴിയില്ല. മുനിമാർക്കിരിക്കാം, പക്ഷേ സമാജത്തിൽ പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന സന്യാസിമാർ സമാജത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു പ്രതിബദ്ധത സന്യാസിമാർക്കുണ്ട്. കേരളീയ ഹിന്ദു സമൂഹത്തെ അതിന്റെ തനിമയിലേക്കും ശക്തിയിലേക്കും ഉണർത്തുന്നതിനായി എല്ലാ ഹൈന്ദവ സംഘടനകളിലെയും സന്യാസി ശ്രേഷ്ഠരുടെ നേതൃത്വത്തിലാണ് കാസർഗോഡ് നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ധർമ്മ സന്ദേശയാത്ര സംഘടിപ്പിച്ചത്. 21-നാണ് മാർഗദർശക മണ്ഡലം കേരള ഘടകത്തിന്റെ സമാപനം തിരുവനന്തപുരത്ത് നടക്കുക. അമൃത ന്യൂസ്, കൊല്ലം.
ഒക്ടോബർ 21 തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ചാമ്പ്യന്മാർക്കുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിക്ക് കോട്ടയത്ത് സ്വീകരണം നൽകി. കുടമാളൂർ ഗവൺമെന്റ് HSLP സ്കൂളിൽ നടന്ന യോഗത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ട്രോഫിയിൽ മാല ചാർത്തി സ്വീകരിച്ചു. ദേശീയ അന്തർദേശീയ തലത്തിൽ മികച്ച കായിക താരങ്ങളെ സംഭാവന ചെയ്തിട്ടുള്ള കേരളത്തിന്റെ കായിക രംഗത്തെ കൂടുതൽ തിളക്കമുള്ളതാക്കി മാറ്റാൻ സ്കൂൾ കായികമേളകൾക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒളിമ്പിക്സ് മാതൃകയിലുള്ള സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് നാളെ തിരിതെളിയും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കായിക മാമാങ്കത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 1,00,000 ലക്ഷത്തോളം താരങ്ങളാണ് കായികമേളയിൽ പങ്കെടുക്കുന്നത്. കേരള സ്കൂൾ കായികമേളയുടെ അവസാനഘട്ട ഒരുക്കത്തിലാണ് തലസ്ഥാനം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വമ്പൻ പോരിൽ ലിവർപൂളിനെ ആൻഫീൽഡിലെ സ്വന്തം തട്ടകത്തിൽ തോൽപ്പിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. 1-2 ഗോളുകൾക്കാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വിജയം. നിലവിലെ ലീഗ് ജേതാക്കൾ കൂടിയായ ലിവർപൂളിനെതിരെ അവരുടെ മണ്ണിൽ ഒരു പതിറ്റാണ്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയം സ്വന്തമാക്കുന്നത്. വനിതാ ഏകദിന ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി. ഇംഗ്ലണ്ട് 4 റൺസിന് വിജയിച്ചു. ഇംഗ്ലണ്ട് ഉയർത്തി 289 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയുടെ ഇന്നിംഗ്സ് 50 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 284 റൺസിൽ അവസാനിക്കുകയായിരുന്നു. ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമസ്കാരം.